മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും മഴകേ പുതുമലരെ പുന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. നമ്മൾ ആദ്യം ഒരു സ്റ്റേജ് പെർഫോമൻസിലാണോ അതോ സ്റ്റുഡിയോ പെർഫോമൻസിലാണോ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത്? സ്റ്റുഡിയോ പെർഫോമൻസ് ഇൻ ദ സെൻസ് സ്റ്റുഡിയോയിൽ പാടുമ്പോൾ? പലപ്പോഴും രണ്ട് സമയത്തും, സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും സ്റ്റുഡിയോ പെർഫോമൻസ് ആണെങ്കിലും ചില സമയത്ത് ടെൻഷൻ കൂടുതലായിരിക്കും. സ്റ്റുഡിയോ പെർഫോമൻസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരിക്കലും പരിചയപ്പെടാത്ത ഒരു പുതിയ, അതും വെൽ നോൺ മ്യൂസിക് ഡയറക്ടറും കൂടിയാണെങ്കിൽ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറും കൂടിയാണെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും. എങ്ങനെയാണ് എൻ്റെ പാട്ടിൽ സാറ്റിസ്ഫൈഡ് ആവുമോ, എൻ്റെ സിംഗിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടുമോ, ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ വിളിച്ചത്, എന്നാലും നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ ഇരിക്കും. മൃദുല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ടെൻഷൻ അടിച്ച് പാടിയ ഒരു പാട്ട് ഏതായിരിക്കും അങ്ങനെ സ്റ്റുഡിയോയിൽ? അങ്ങനെ കുറേ ഉണ്ട്. ശരത്, എനിക്ക് തോന്നുന്നു ഞാൻ അധികം എൻ്റെ കരിയറിൽ മൂന്നാമത്തെ സോങ്ങാണ് ശരത് സാറിൻ്റെ ഇവൻ മേഘരൂപൻ എന്ന് പറഞ്ഞ ഫിലിമിൽ ഓ മറിമായൻ. അത് ഇത്തിരി ബൂത്തിൽ കയറുന്ന വരെ ഒരു ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ശരത് സാറിനെ അറിയാലോ, നമുക്ക് സംഗതിയുടെ ആളാണ്. അപ്പോൾ സാറിൻ്റെ പാട്ട് ഞാൻ അപ്പോഴാണ്, ഏത് പാട്ടാണ് പാടുന്നതെന്നൊന്നും എനിക്കറിയില്ല, അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് പോലും പാട്ട്. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ കുറച്ചൊരു കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ആ പാട്ടിൽ ഒരുപാട് ചിരി ഉണ്ടായിരുന്നു. ചിരി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞിരുന്നു, ചിരി എനിക്ക് വരുമോയെന്ന് അറിയില്ല സാർ, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ പക്ഷെ സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് ഒരു ടെൻഷൻ എല്ലാം പോയി. സാർ ഭയങ്കര കൂളായിരുന്നു. സാർ ഒട്ടും പേടിപ്പിച്ചേ ഇല്ല. സാർ ഭയങ്കര കൂളായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു റെക്കോർഡിങ് സെഷൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തീർന്നത്. അപ്പം അത് പേടിച്ചാലും അത് പേടിച്ചെങ്കിലും നല്ല ഒരു കൂളായിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ പേടിച്ചത് ഔസേപ്പച്ചൻ സാറിൻ്റെ ഡെഫിനറ്റ്ലി നല്ല ഒരു പേടിയായിരുന്നു. ഒട്ടും പരിചയമില്ലാത്തൊരു മ്യൂസിക് ഡയറക്ടറാണ്, ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. പിന്നെ ഓഫ് കോഴ്സ് എം ജയചന്ദ്രൻ സാറിൻ്റെ പേടിയായിരുന്നു. എല്ലാവരെയും ആദ്യം പുതിയതായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് എല്ലാവരുടെയും അടുത്ത് പോയി പാടുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. വിശുദ്ധനിലെ പാട്ട് പാടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഗോപി സാറിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെലഡിയാണ്. ഇപ്പോഴും നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ പലരും വൈകിയാണ് അറിയുന്നത് ഞാനാണ് പാടിയത്. അപ്പം നല്ല റെസ്പോൺസ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് ഒരു മെഴുതിരിയുടെ. അത് ഷഹബാസ് അമൻ ഇക്കയുടെ കൂടെയാണ് പാടിയിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ റീസെന്റ് ആയിട്ട് റിലീസായത് സിനിമയാണ് മിഴി തുറക്കൂ. എം ജയചന്ദ്രൻ സാറിന്റെ തന്നെയാണ് മ്യൂസിക്. അതൊരു അവാർഡ് ടൈപ്പ് മൂവിയാണ്, പക്ഷെ പാട്ടുകൾ വളരെ നല്ല പാട്ടാണ്. ബ്യൂട്ടിഫുൾ ഒരു ഫോക്കിഷ് എലമെന്റ് ഉള്ള ഒരു സോങ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പാട്ടാണ്. അപ്പൊ നമ്മൾ പറയുന്നതിനേക്കാളും പാടുന്നതല്ലേ ഭംഗി. താനിന്നെ താനിന്നെ തന്നാര താനിന്നെ 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 തന്നാര താനിന്നെ തന്നെ തന്നാര തന്നാരോ കൈതപ്പൂമാടത്തെ കുഞ്ഞിപ്പെണ്ണെ നീയെ കണ്ടോ പുന്നെല്ലി പൂഞ്ചേല് പൊന്നരിവാളുമായി തെന്നല് പോരുമ്പം കേട്ടോ കേട്ടോ പൂപ്പാട്ട് എങ്ങടെ ചങ്കിലെ ചോര ഇന്നത് ചോങ്കിട്ട് നിക്കണ നേരത്ത് കൈതപ്പൂമാടത്തെ കുഞ്ഞിപ്പെണ്ണെ നീ കണ്ടോ പുന്നെല്ലിൻ പൂഞ്ചേല്. മൃദുല ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ടല്ലോ, അപ്പം ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയാണ്? ട്രാവൽ ചെയ്യുമ്പോൾ പോകുന്നിടത്തൊക്കെ നോക്കൂ, അതോ അതിന് സെപ്പറേറ്റ് ഒരു പ്ലേസ് ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. ഷോപ്പിംഗ് ഇപ്പം അബ്രോഡ് പോകുമ്പോഴും അബ്രോഡ് ട്രിപ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എൻജോയ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ക്ഷീണമാവും. അപ്പോൾ നമ്മൾ ജെറ്റ് ലാഗും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും ഷോപ്പിംഗ് കഴിയുന്നത് ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കഴിയുന്നതും കോസ്റ്റ്യൂംസ് ഡ്രസ്സൊക്കെ എടുക്കാറുള്ളത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്, കോഴിക്കോട് തന്നെയാണ്. നല്ല ഷോപ്സ് ഉണ്ട്, എനിക്ക് അവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ആണല്ലേ? അത് കേട്ടാൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാര്യം പലരും അങ്ങനെ ചോദിക്കുമ്പം ഈവൻ ഇല്ലാത്തതായിരിക്കില്ല, അവർ നാച്ചുറലി ഉള്ളതായിരിക്കും. ഇപ്പം ദുബായിലാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് വേറെ അങ്ങനെയൊക്കെ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഓഫ് കോഴ്സ് അവർ പോയി ഷോപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ സ്വന്തം നാട്ടിൽ ഇപ്പോഴും അത്രയും കംഫർട്ടബിൾ എന്ന് പറയുന്നതിലൊരു എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല സെലക്ഷൻ, എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സെലക്ഷൻ അവിടെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം എന്തായാലും വേറെ ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ന് എടുക്കുമ്പോൾ ചിലപ്പം കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതുപോലത്തെ വേറെയും അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ? വേറെയും ഇതേപോലത്തെ പീസ് ഉണ്ടായിരിക്കും, അതോ കോമൺ ആയിരിക്കും, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ റെയർ? ഒരുപാട് സമയമെടുത്ത് ഷോപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരിക്കലും സെലക്ഷൻ ഒട്ടും തെറ്റിപ്പോവരുത് എന്ന് എനിക്ക് നിർബന്ധമാണ്. അതിന് കൂടുതൽ ഇരയായിട്ടുള്ളത് എൻ്റെ ഭർത്താവാണ്. അങ്ങനെ ഭർത്താവിന് ക്ഷമയുണ്ടായിരുന്നു? ഭയങ്കര ക്ഷമയാണ്, എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ഓ, അത് ശരി. ഭയങ്കര ഒരു ക്ഷമ ഉള്ള ഒരാളാണ്, അതൊരു ഭാഗ്യമായിട്ട് തരുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, സെലക്ഷൻ മോശമാവരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് പറ്റുന്ന ഡ്രസ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഒക്കെ നോക്കി കണ്ട സമയമൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് എടുക്കാറുള്ളൂ. മൃദുല പിശിക്കാണോ അതോ കാശൊക്കെ വാരി എറിഞ്ഞ് ഷോപ്പ് ചെയ്യോ? അത്യാവശ്യം പിശിക്കാണ്. എൻ്റെ ഹസ്ബൻഡാണ് പിന്നെയും പറയാറുള്ളത്, ഇതൊക്കെ ആവശ്യമുള്ള നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമല്ലേതാണ്, അപ്പം എന്തായാലും അത് ചെയ്യണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പം സാധാരണ പലരും ഒരുപാട് ലാവിഷ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ. അപ്പം അതിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. മൃദുലയുടെ ബ്രദറും സിംഗറാണ്, നിങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ പോയി, പാട്ട് പഠിച്ചു. പക്ഷെ വീട്ടിനകത്തപ്പോൾ ആദ്യമേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഇൻ ദ സെൻസ് നമ്മൾ കുട്ടിക്കാലത്ത് പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് പാടും, അങ്ങനെയൊക്കെ നമ്മളൊരു ബ്രദർ സിസ്റ്റർ വീട്ടിലുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു കാലം? കോമ്പറ്റീഷൻ അങ്ങനെയില്ല, കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും നിർബന്ധിച്ച് പാടിപ്പിക്കും. അതാ ഞാൻ പറഞ്ഞു, അത് അവർക്കൊരു നിർബന്ധമായിരുന്നു. അപ്പം വീട്ടിൽ വരുന്നവർക്കും അറിയാം, അവർക്കും കേൾക്കാൻ താല്പര്യമാണ്. അപ്പം അവര് കേട്ടിരിക്കും, പിന്നെയും പാടാൻ പറയും. അവരുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഉണ്ടാവും. നമ്മള് ഡുവറ്റ് സോങ്സ് ഒക്കെ പാടും. ഞങ്ങൾ തന്നെ പാടി കേൾക്കണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. പൊന്നിൽ കുളിച്ചു നിന്നോ, അതൊക്കെ എപ്പോഴും സ്ഥിരമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എപ്പോഴും ആളുകൾ വരുമ്പം സ്റ്റോക്ക് ഉണ്ട്. റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഗോൾ എന്ന സിനിമയിൽ പാടിയത്. വിദ്യാജിയുടെ റിയാലിറ്റി ഷോയില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ബിഗ് ബി പറഞ്ഞില്ലേ, ബിഗ് ബി ആ സോങ് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഗോളില് പാടുന്നത്. ചെന്നൈയിൽ തന്നെയായിരുന്നു രണ്ടും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്രയും സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ സാറിന്. കാണാൻ പറ്റും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിൽ ജോബി ജൈൻ, സംഗീത്, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫൈനൽ 5 എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയത്. അത് ഒരിക്കലും സംഭവിക്കാറില്ല. എല്ലാവരും ഡുവറ്റ്സ് ആണെങ്കിൽ പോലും പലരും മാക്സിമം 2 പേർക്കൊക്കെ ചാൻസ് ഉണ്ടാവും. പലരും പല സമയത്ത് വന്നിട്ടാണ് പാടാറുള്ളത്. പക്ഷെ ഇത് ഞങ്ങളെ ഒരുമിച്ച് നിന്നിട്ട് പാടിയ വളരെ നല്ലൊരു ഭാഗ്യമായിരുന്നു. എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ആ ഒരു റെക്കോർഡിംഗ് സെഷൻ. ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് പറയുന്നത് കൊടുക്കാൻ എന്തായിരിക്കും? കാര്യം ചിലപ്പം പാട്ട് കഴിഞ്ഞത് വെരി നെക്സ്റ്റ് ഡേ അവർക്ക് കിട്ടില്ല, ചിലപ്പോൾ ദ വെരി നെക്സ്റ്റ് മന്ത് കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ അവർക്ക് ഫ്രണ്ടിൽ വരാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഡെസ്പാവും. എന്താ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എത്ര കഴിവുണ്ടെന്ന് ആദ്യം നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പം ഓവറായിട്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ പറയുക, ഒരുപാട് ടാലൻറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ആളാണെങ്കിലും ഒരുപാട് ടാലൻറ്റഡ് ആണെന്ന് വിശ്വസിച്ച്
വല്ലാതെ ആ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫീൽഡ് എന്താ, നമുക്ക് പറ്റിയ ഒരു പ്രൊഫഷൻ എന്താണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആദ്യം ഉണ്ടാവണം. സ്വയം വിലയിരുത്തണം എത്ര നമുക്ക് ദൈവം ആ ഒരു കഴിവ് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ, ആ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈറ്റ്സിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കൊരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ ഒരു ആക്ടറോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആക്ട്രസിനോട്, ഓക്കെ ഞാൻ ഇന്ന സിനിമ ചെയ്തു കഴിഞ്ഞാൽ, ഈവൻ സിനിമ വരാൻ നേരത്തെ നമുക്ക് പോസ്റ്റർ കണ്ടാലോ ഒക്കെ അറിയാം. ബട്ട് ഒരു സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിയോ റിലീസിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലും പിന്നെ FM-ലൊക്കെ വരണം, കുറച്ചുകൂടെ അല്ലെങ്കിൽ TV-യിൽ കാണണം, കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇത് നമുക്കിപ്പോൾ ഒറ്റ വഴി എന്ന് വെച്ചാൽ സിംഗേഴ്സ് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി വരാനുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വളച്ചു കൊണ്ടുവരുമ്പോൾ എന്താണ് ഇനി എന്ന് വെച്ചാൽ ഒരു പാട്ടും കൂടെ പാടിപ്പിക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും പറയണമല്ലോ. നല്ല നല്ല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഔസേപ്പച്ചൻ സാറിൻ്റെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പിന്നെ 100 Days of Love ഗോവിന്ദിൻ്റെ, പിന്നെ മിത്രം ലോങ് സൈറ്റ്, പിന്നെ ഇലഞ്ഞിക്കാവ് PO, അങ്ങനെ കുറച്ച് നല്ല പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ തമിഴ്, കന്നഡ. ഈ ഇത്രയും സിനിമകളിൽ ഞാൻ പറയുന്നില്ല, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിൽ വരുന്നത് ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു സോങ്ങാണ്. മഴയുടെ വിരൽ തൊട്ട പുഴയുടെ കവിളിൽ ചെറുനുണക്കുഴികളായി പ്രണയം. മഴയുടെ വിരൽ തൊട്ട പുഴയുടെ കവിളിൽ ചെറുനുണക്കുഴികളായി പ്രണയം. അരികിലൻ പ്രാണന്റെ നിശ്വാസത്തുള്ളികൾ അകമലരിതളിൽ നിന്നുപോലെ. മഴയുടെ വിരൽ തൊട്ട പുഴയുടെ കവിളിൽ ചെറുനുണക്കുഴികളായി പ്രണയം. ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ചാറ്റ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. താങ്ക് യു.